ഹായ്, നമസ്കാരം. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കോഴ്സാണ് യുനെസ്കോ ചെയർ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഗ്ലോബൽ ബയോഎത്തിക്സ് എന്ന മാസ്റ്റർ ഡിഗ്രി. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് യുനെസ്കോയുടെ തന്നെ ഒഫീഷ്യൽ പ്രൊമോട്ടറായിട്ടുള്ള സന്തോഷ് ഭാസ്കർ സാറാണ്. സന്തോഷ് ഭാസ്കർ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. I am Santosh Bhaskaran, UNESCO Chair, Official Promoter, Global Bioethics in India. യുണൈറ്റഡ് നേഷൻ 2005 ഒക്ടോബർ 19 യുനെസ്കോയുടെ 33ാമത് ജനറൽ കോൺഫറൻസിൽ അഡോപ്റ്റ് ചെയ്താണ് ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സ് ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത്. സാർ, എന്താണ് എത്തിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ യുനെസ്കോയുടെ എത്തിക്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻ, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ്, അതായത് മെഡിക്കൽ രംഗത്തെയും ആരോഗ്യത്തെയും ജീവിതത്തിൻ്റെ ശാസ്ത്രത്തെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എന്താണ് യുനെസ്കോയുടെ ബയോ എത്തിക്സ് എന്ന് പറയുന്നത്? ബയോ എത്തിക്സ് എന്ന് പറയുമ്പോൾ ലോ, ഇൻ്റർനാഷണൽ ലോയുടെ ഒരു പേപ്പറാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോയും കൾച്ചറും റിലിജിയനും അതിൻ്റെ മൂന്നും ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെടുത്തുന്നതാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. ഈ മൂന്ന് മേഖലകളെയും, നിയമത്തെയും സംസ്കാരത്തെയും മതങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത നീതിശാസ്ത്രമാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് സാർ യുനെസ്കോ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്നൊരു കോഴ്സ് കൊണ്ടുവന്നത്? യുനെസ്കോ ചെയർ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന ആ കോഴ്സ് അഡോപ്റ്റ് ചെയ്തപ്പോൾ, ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ, ഈ കോഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞെടുക്കുവാനും അതിലേക്ക് 2 കോർഡിനേഷൻ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുവാനും തീരുമാനിച്ചു. ലോകത്തെ എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന 2 സെക്ഷനെയാണ് ഇതിൻ്റെ കോഴ്സ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഈ കോഴ്സ് രൂപപ്പെടുത്തിയാണ് ഇന്നത്തെ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ എല്ലാം ഈ കോഴ്സ് പാസ്സായവരാണ് എല്ലാ പദവികളുടെയും ഉന്നത തലങ്ങളിലിരിക്കുന്നത്. സാർ, എന്താണ് ഈ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? സ്റ്റുഡൻസ് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് എത്തിക്കൽ ഇഷ്യൂസിൻ്റെ റീസണാണ്. എങ്ങനെ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയുകയും വേർതിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്ലോബൽ ബയോ എത്തിക്സ് പഠിച്ചതുകൊണ്ട് നമുക്കത് എങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും? റേഷണൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ എത്തിക്കൽ ഡിസിഷൻസ്. ലോകത്ത് ഐക്യവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യുനെസ്കോ രൂപം കൊണ്ടത്. ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സ് ലോകത്ത് മുഴുവൻ നടപ്പിലാക്കുന്നതിലും അതിലൂടെ അത് പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികളിലും രൂപപ്പെടേണ്ട ഒരു നീതിശാസ്ത്ര ബോധം, അതിൻ്റെ ആവശ്യകത, ലോകത്തെ ഏത് സർവ്വചരാചരങ്ങളിലും ഒരു നീതിശാസ്ത്രം രൂപപ്പെടണം. ഏതൊരു രംഗത്തും അതിൻ്റെ ഉന്നത പദവിയിലെത്തുമ്പോൾ ആ രംഗത്തെ നീതിശാസ്ത്രപരമായ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കും ആ പ്രൊഫഷണൽ ആയി മാറുന്നതിൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ അവിടെ പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഗ്ലോബൽ ബയോ എത്തിക്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.